എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രമീള മജൽ, ബിജെപി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി. വളരെ പ്രധാനപ്പെട്ട ഒരു കാർഷിക ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നാമമാത്ര കർഷകർ അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധി വാങ്ങിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളുടെയും ഡാറ്റ വെരിഫിക്കേഷൻ നടന്നു വരികയാണ്. നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക്, അതായത് കൃഷിഭൂമിയുള്ളവർക്കും PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ലഭിക്കുന്നവർക്കും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് പുനർവെരിഫിക്കേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് കർഷക രജിസ്ട്രിയിലേക്ക് പേര് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ കൃഷിഭൂമി ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ സമർപ്പിച്ച് വെരിഫിക്കേഷൻ ചെയ്യുകയും അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഏകീകൃത തിരിച്ചറിയൽ നമ്പർ കർഷകർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. വെരിഫിക്കേഷൻ നടക്കുന്നത് നമ്മുടെ കൃഷിഭവൻ മുഖാന്തരമാണ്. ഗുണഭോക്താക്കൾ നേരിട്ട് കൃഷിഭവനിൽ എത്തിച്ചേർന്ന് ചെയ്യുന്ന സംവിധാനമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അറിയിപ്പ് വന്നിട്ടുള്ള കൃഷിഭവനിൽ ഗുണഭോക്താക്കൾ നേരിട്ട് എത്തിച്ചേരുകയും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കയ്യിലെടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ നികുതി അടച്ച കടലാസ് അതിൻ്റെ കോപ്പി പകർപ്പ് കയ്യിലുണ്ടാവുകയും വേണം. ഇത്തരം രേഖകളുമൊക്കെ ആയിട്ട് നമ്മൾ കൃഷിഭവനിൽ എത്തിച്ചേരുകയാണെങ്കിൽ കൃഷിഭൂമി വെരിഫിക്കേഷൻ ചെയ്ത് അതിൽ OTP അധിഷ്ഠിത വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ളത് കൊണ്ട് തന്നെ കർഷകരെ തിരിച്ചറിയൽ പ്രക്രിയ കൂടിയാണിത്. കർഷക വെരിഫിക്കേഷൻ എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപേക്ഷകൾ നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വിവിധ സബ്സിഡി സ്കീമുകളും കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡി പ്രോഗ്രാമുകളിലേക്കും അപേക്ഷ നൽകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ പിന്നീട് വന്നേക്കാം എന്നുള്ളതും കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർഷകർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാ കർഷകരെയും പരിഗണിക്കുക എന്നുള്ള രീതിയിലാണ് എല്ലാ കൃഷിഭവനുകളിലും നിർബന്ധമായിട്ടും ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിട്ടുള്ളത്. അതുകൊണ്ട് കർഷകർ നിങ്ങൾ തൊട്ടടുത്തുള്ള കൃഷിഭവനുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുക. നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ നികുതി അടച്ച കടലാസുമായി നിങ്ങളുടെ ഫാർമർ ID കാർഡ് എത്രയും പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. മാക്സിമം എല്ലാവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.